വെറുതെ ഇരുന്ന് ഇൻസ്റ്റഗ്രാമിൽ തോണ്ടി ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് ഭ്രാന്ത് കയറിയിട്ട് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്കുന്നതാണ് സ്റ്റീംഡ് ചിക്കൻ. ഇതെന്തിനാ? പൊരിക്കാൻ. അപ്പൊ അതോ സ്റ്റീം ചിക്കൻ എന്തേലും തിന്നാൻ പറ്റുമോ? കിച്ചൺ കാണാൻ ഒരു അംഗം കഴിഞ്ഞ പോലെയുണ്ട്. ഇനി അതൊക്കെ വെടുപ്പാക്കി എടുക്കണം. അവനെവിടുന്നോ കണ്ട് റെസിപ്പി ആയ കാരണം നമ്മൾക്ക് അതിൽ റോളില്ല. എന്തായാലും സൂപ്പർ സാധനം ഉണ്ടോ കാണാനും. ഇനി കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. ചിക്കൻ ആകുമ്പോഴേക്കും ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ റിങ്ങാണ് കേട്ടോ, ചൂട് പാത്രം വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അടി ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള പാത്രങ്ങൾ വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാത്രം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോഴേക്കും അത് അതിൻ്റെ മേലെ നിന്ന് വീഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജൂട്ടിൻ്റെ ടേബിൾ പ്ലേസ് മാറ്റ് മേടിച്ചത്. ഇത് കാണാനും ഭംഗിയുണ്ട്, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ 6 പീസുള്ളൊരു സെറ്റാണ് മേടിച്ചിട്ടുള്ളത്. ഡിഫറെൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് കളറിലും അവൈലബിൾ ആണ് കേട്ടോ. ജസ്റ്റ് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. പ്ലേറ്റ് കഴുകാൻ മടിയായ കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ സാലഡും പപ്പടും ഗീ റൈസും അവൻ്റെ സ്റ്റീംഡ് ചിക്കനും പിന്നെ അതിൻ്റെ കൂടെ തീരെ മാച്ചില്ലാത്ത ബീട്രൂട്ട് പേരും കൂട്ടി കഴിച്ചിട്ടോ. സംഭവം അടിപൊളിയാണ്. അടുക്കള ഒരു വഴിയായെങ്കിലും ഔട്ട്പുട്ട് അടിപൊളി. അങ്ങനെ എൻ്റെ തീറ്റ കഴിഞ്ഞു. ഇന്ന് കുടുവിന് ഞാൻ ആദ്യമായിട്ട് ആപ്പിൾ പ്യൂരി ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാൻ പോകട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്റ്റീം ചെയ്തിട്ട് കൊടുക്കണതാണ് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചെറിയ അരിപ്പയിലാണ് അരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നീര് മാത്രം വരുന്നുള്ളൂ. അപ്പം ഞാൻ കുറച്ചും കൂടി വലിയ അരിപ്പെടുത്തു കേട്ടോ. ഇതേപോലെ പ്യൂരി വന്നു. നമുക്ക് കൊടുത്തു നോക്കി വെക്കാം കേട്ടോ. ഇത് കഴിക്കുമല്ലോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രസ്റ്റ് മിൽക്ക് ആഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മിൽക്ക് ആഡ് ചെയ്താൽ കുടിക്കുമോ എന്ന് വിചാരിച്ചു. ഇനി അതൊന്ന് കൊടുത്തു നോക്കി നോക്കാം കേട്ടോ. അച്ചടാ, സ്പൂണ് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ ഫേസൊക്കെ മാറി. നിങ്ങൾക്ക് ആപ്പിൾ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്.